കണ്ണൂർ തളിപ്പറമ്പ് താലൂക്കുകളിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കല്യാശ്ശേരി. ഇത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ ജന്മസ്ഥലം ഉൾപ്പെടുന്ന മണ്ഡലമാണ് കല്യാശ്ശേരി. 2008 നിയമസഭാ മണ്ഡല പുനർനിർണയത്തോടെയാണ് ഈ മണ്ഡലം നിലവിൽ വന്നത്. പയ്യന്നൂര്, അഴീക്കോട്, തളിപ്പറമ്പ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ മണ്ഡലം രൂപീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ 1,75,680 വോട്ടർമാരുള്ള മണ്ഡലമാണ് കല്യാശ്ശേരി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അന്തരമുള്ളത്. പുരുഷന്മാരെക്കാൾ 17,170 സ്ത്രീകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. എന്നാൽ കല്യാശ്ശേരിയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? പെരിയ ഇരട്ടക്കൊലപാതകവും ശബരിമല വിഷയവും കല്യാശ്ശേരിയിലെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുക? കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ സംസാരിക്കട്ടെ. കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട്. ഒന്ന് ശബരിമല പ്രശ്നം. അപ്പോൾ കാസർഗോഡ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണ് വർഷങ്ങളായിട്ട്. പക്ഷേ ഇടതുപക്ഷത്തിന് സ്ത്രീകൾ ചിലപ്പോൾ മാറ്റി ചിന്തിച്ചുകൂടാന്നില്ല ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പൊതുവേ കേരളത്തിൽ മൊത്തം UDF തരംഗ. എനിക്ക് നിഷ്പക്ഷമായിട്ട് ഞാൻ പറയാം, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ തെറ്റാണ് ഇതുവരെ ഉള്ളത്. ഒന്നാമത് സ്ത്രീ പ്രശ്നം, അത് പെട്ടെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചാൽ ഇതുവരെ ഇല്ലാതെ മനസ്സിലായ പെണ്ണുങ്ങൾ കയറാമുള്ള അത് നമ്മുടേതായ ഇത് മത അനുഷ്ഠാനങ്ങൾ അത് ചിലപ്പോൾ എന്തോ സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കൊരു പാർട്ടിയൊന്നും ഭയവും ഇല്ല. ആരാ നല്ല കാര്യം ചെയ്യുന്നത് അവർക്ക് നന്മ വരും. നമ്മൾ ശരിയായിട്ട് കോൺഗ്രസ് തന്നെ, നമ്മൾ അവരെ പറയും. ഞാൻ കോൺഗ്രസ് തന്നെ, ഞാൻ പഞ്ചായത്ത് മത്സരിച്ചത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അതേ പറയും. പ്രാവശ്യം ജയിച്ചാളെന്നെ ടീച്ചർ അത് ഇപ്രാവശ്യം ജയിക്കും ഉറപ്പാണ്. ഇനിന്താ പറയണം? ആ അഭിപ്രായം തന്നെയാണ് ഇപ്പം നമുക്കുള്ളത്. അവരെന്നെ ആയിരിക്കും ഇപ്രാവശ്യം സതീഷ് ചന്ദ്രൻ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിപ്രഭാവമാണ് യഥാർത്ഥത്തിൽ സതീഷ് ചന്ദ്രൻ. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാസർഗോഡുകാരനല്ല, പുറമേയുള്ള ആൾക്കാരനാണ്. പൊതുവെ പണ്ട് മുതലേ പല വിഷയങ്ങളും ഉണ്ണിത്താനെ സംബന്ധിച്ച് നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഇവിടെ സാമൂഹികപരമായിട്ട് നമ്മുടെ പൊതുജനങ്ങളിലുള്ള എങ്ങനെയാന്ന് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ജനങ്ങളായിട്ട് ഓരോരോ ആൾക്കാർക്കും ഏത് നേരത്ത് വേണമെങ്കിലും ഒരു വിളിപ്പുറത്ത് എത്തും പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കൈകൊള്ളുന്നതാണ് കണ്ണൂരും കാസർഗോഡ് മണ്ഡലം. കാസർഗോഡ് മണ്ഡലം കല്യാശ്ശേരി മണ്ഡലം എല്ലാം LDF ജയിക്കും. ആര് ജയിച്ചാലും നമുക്ക് കാര്യമുണ്ടാ? ഇവിടെ നമുക്കൊരു കാര്യമില്ല. നമുക്ക് എണ്ണക്ക വില കുറക്കണം, അല്ല GST അങ്ങനത്തെ തന്നെ സംഭവം. നമ്മൾ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് കയറ്റുന്നുണ്ട്. ബാക്കി പണക്കാർക്കെല്ലാം സൗകര്യമുണ്ട്, നമ്മളെ പോലെ തന്നെ ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ കാണുന്നത് LDFനെ കാണുന്നത്, അതെന്ത് സംഭവിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റൂല. എല്ലാം ഒരു ബലാബലമുണ്ട്. ബലാബലം മത്സരത്തിനായിരിക്കും രണ്ടുപേരും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സതീഷ് ചന്ദ്രൻ. കാസർഗോഡ് സതീഷ് ചന്ദ്രൻ തന്നെ, പക്ഷെ ഭൂരിപക്ഷം കുറയും. ആഗ്രഹം കോൺഗ്രസ് ചെയ്യണമെന്നാണ്. സതീഷ് ചന്ദ്രൻ. ഒരു മാറ്റമില്ല, സതീഷ് ചന്ദ്രൻ തന്നെ. തീർച്ചയായും LDF തന്നെ. ഒരു സംശയം, നല്ല ഭൂരിപക്ഷത്തോടെ LDF. സതീഷ് എന്തായി ജയിക്കും, സതീഷ് ചന്ദ്രൻ എന്തായി തീർച്ചയായും ജയിച്ചിരിക്കും. ആര് ജയിച്ചാലും പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകണം. നമ്മൾ LDFനാണ് സപ്പോർട്ട് കാണുന്നത്. ഞാനും എത്ര വോട്ട് ചെയ്യുന്നു. ജയിക്കണമെന്ന് പറഞ്ഞാൽ LDF തന്നെ. നമ്മളത് CPM. കാസർഗോഡ് സതീഷ് ചന്ദ്രനല്ലേ ചാൻസ്. ഒരു കാര്യമില്ല, നമ്മൾ അധ്വാനിച്ചാൽ ജീവിച്ചോളൂ, അത്രയേ ഉള്ളൂ. വിജയിക്കും എന്നുള്ളത് എൻ്റെ നിഗമനത്തിൽ UDF ആണ് ഇന്നത്തെ ആ ട്രെൻഡ് കാണുമ്പോൾ തോന്നുന്നത്. പറഞ്ഞ പോലെ തന്നെ UDFനാണ് ചാൻസ് കാണുന്നത്. കാണുന്നതാണ് UDF തന്നെ. എൻ്റെ അഭിപ്രായം UDF തന്നെയാണ്. LDF. ഈ വർഷം മാർക്സിസ്റ്റ് ഉണ്ടായിരുന്നു സതീഷ് ചന്ദ്രൻ. മണ്ഡലത്തിൽ സതീഷ് ചന്ദ്രനെ ഇല്ലു. സതീഷ് ചന്ദ്രൻ ഇപ്പം പറയാൻ പറ്റില്ല ആര് ജയിക്കുന്നു. ആര് ജയിച്ചാലും നല്ലത് തന്നെ. നമുക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കും. LDFന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. തീർച്ചയായും LDFന്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുള്ളൂ. സാധ്യത ഇടതുപക്ഷത്തിനാണ്. സതീഷ് ചന്ദ്രൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഒരു സംശയം വേണ്ട. LDF
ഇതാ നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെജോറിറ്റി CPM ആയതുകൊണ്ട് KP സതീഷ് ചന്ദ്രനാണ് സാധ്യതകൾ. ആരാലും ജയിച്ചാൽ നാട്ടിൽ നല്ല ചെയ്താൽ മതി. അത് തോന്നുന്നു നമ്മളെ LDF ആണ്. കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി അടുത്ത മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് കാഴ്ചകളുമായി വീണ്ടും കാണാം.